അവരവരുടെ വീഡിയോ ക്യാമറാസ് ഓൺ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുക. ഒരുമിച്ചായിരിക്കുന്നല്ലോ, ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ മധ്യമുണ്ടല്ലോ. ഒരുമിച്ച് കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുന്നതിന് വേണ്ടി കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുക. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഫെലോഷിപ്പ്, ഈ കൂടിവരും PYPയുടെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാകുവാൻ തക്കണം. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും ആയിരിക്കുമ്പോൾ പ്രിയ ബ്രദർ PV രാജു പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ PYP മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ, നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഒരിക്കൽ കൂടെ കർത്താവേ PYP ആയി കർത്താവേ ഞങ്ങളുടെ പുണ്യപാദപീഠത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ചില ദിവസങ്ങൾക്ക് ശേഷം കർത്താവേ PYPയുടെ മീറ്റിംഗ് കർത്താവേ ഇന്ന് നടക്കുമ്പോൾ കർത്താവേ ഒരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് വാസ്തവം അനുഭവിപ്പാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ഒന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസനെയും കർത്താവ് ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രോഗ്രാമും കർത്താവേ എല്ലാം ദൈവത്തിന്റെ നാമഹത്വനായി തീരുവാൻ കർത്താവ് പങ്കെടുക്കുന്ന ഏവർക്കും കേൾക്കുന്ന ഏവർക്കും കർത്താവേ അത് അനുഗ്രഹമായി തീരുവാൻ ഇന്ന് കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കർത്താവ് കൂട്ടിവരുത്തണം. കർത്താവ് ആദ്യോടൊന്ന് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ കർത്താവ് സാന്നിധ്യം വാസ്തവമായി കർത്താവ് ഇത് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലയിലും എല്ലാ പ്രോഗ്രാമും കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവം പ്രാർത്ഥന യാതൊരു കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവിന് സ്തോത്രം. കർത്താവിന് ദാസൻ, പ്രിയ വിൽസൺ പാസ്റ്റർ, പ്രിയ മേഴ്സി ആൻറ്റി, മറ്റ് സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ ഏവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. എല്ലാവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രിയ ജേർന്ന് എന്തെങ്കിലും ഓർപ്പിക്കാനുണ്ടോ? വീണ്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ വീഡിയോസ് എല്ലാവരും ഓൺ ചെയ്യുക. അതിനൊപ്പം തന്നെ ഈ welcome on behalf of PYPA, Pastor Roy uncle as well as Pastor Wilson uncle for the PYPA meeting and all the members. നിങ്ങളുടെ എൻകറേജ്മെന്റ് സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വേണ്ടി. സോ നിങ്ങളുടെ ഇപ്പം സൂമിൽ കൂടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോസ് ഓൺ ചെയ്യണമെന്ന് വീണ്ടും റിക്വസ്റ്റ് ആണ്. എന്നാൽ നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാം ഒക്കെ ആക്ച്വലി നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്താൽ നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ശരിക്കും പറഞ്ഞാൽ അത് ആക്റ്റീവ് ആവത്തുള്ളൂ. സോ വീണ്ടും ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജർണൻ. നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. മെമ്മറി വേഴ്സ് ജിയാന ജെസ്സിയുടെ മെമ്മറി വേഴ്സോടുകൂടി മീറ്റിംഗ് പ്രോഗ്രാംസ് ആരംഭിക്കുന്നു. മെമ്മറി വേഴ്സ് ബൈ ജിയാന ജെസ്സി. Praise the Lord. Psalms 91 verse 1 to 10. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find refuge. His faithfulness will be your shield and rampart. You will not fear the terror of night, nor the arrow that flies by day, nor the pestilence that stalks in the darkness, nor the plague that destroys at midday. 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. You will only observe with your eyes and see the punishment of the wicked. If you say, the Lord is my refuge, and you make the Most High your dwelling, no harm will overtake you, nor disaster will come near your tent. Praise the Lord. Praise the Lord. Yeah. ഓൺലൈൻ ആണെങ്കിലും കുഞ്ഞുങ്ങളെ പ്രോഗ്രാമിന് കരങ്ങളെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുന്ന നല്ലതാണ്. അതിനൊരു ജസ്റ്റ് അറ്റ്ലീസ്റ്റ് പ്രൈസ് ഗോഡ്. മോളെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാം ഒരു ചേഞ്ച് ഉണ്ട്. അത് അടുത്ത റിപ്പോർട്ട് റീഡിങ്ങിലോട്ട് പോയത്. ഞാൻ വീഡിയോ ഇപ്പൊ ചെറുതായിട്ട് പ്ലേ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. സോ അടുത്ത പ്രോഗ്രാമിലോട്ട് കിടക്കാം. അടുത്ത PYPയുടെ റിപ്പോർട്ടാണ്. ജെറിനെ ക്ഷണിക്കുന്നു. ജെറിൻ, PYPA റിപ്പോർട്ട്. Praise the Lord.
എനിക്ക് തന്ന റെസ്പോൺസിബിലിറ്റി PYP റിപ്പോർട്ടാണല്ലോ. സോ അതിലോട്ട് ഞാൻ കടക്കുന്നു. Respected Chairman, pastors, elders, brothers, sisters, and all my dear children. Greetings in the precious name of Lord and Savior Jesus Christ. I take this opportunity to present IPC Worship Center PYP report before the church congregation. By God's grace, the first PYP inaugural meeting was conducted on 5th March 2021. After the church service, Reverend Dr. Wilson Joseph was the chairman of the inaugural meeting being organized. The meeting was started with opening prayer by Brother Raju John. Being the first PYP meeting, Brother Joji Kijoy on behalf of PYP 2021 have welcomed and urged the church members for their valuable participation and support. Reverend Dr. Wilson Joseph, IPC General Vice President, as well as the church minister, inaugurated the PYP meeting of 2021 and encouraged the PYP team and church members to save souls from the bondages of sins and focus on evangelism. Brother Jerome Jones, PYP Secretary, presented the PYP year plan for 2021. The guest speaker, Pastor Sabu Aripalli, IPC Kerala State Vice President, encouraged the church members and the PYP team to draw the youngsters to repentance and to mold them to fulfill the theme of the PYPA, which is save to serve. Felicitation Pastor Roy George, Church Associate Pastor, IPC Angamali Minister, Pastor Simon Chaku, IPC PYP UA Region President, Brother G.B. Matthew, the Church Pastor, Church Secretary, Sister Mercy Wilson, IPC UA Region Sodhir Samajam President, Sister Sunir Roy, Headmistress of Sunday School, Brother Arun, Tamil Service, Brother Stephen, English Service, as they all conveyed their valuable prayer and support for the upcoming PYP meetings through felicitation. Praise and worship was conducted by our special guest team, Spiritual Waves, led by Evangelist Kuchmoon and family. Word of thanks by Lindu John, PYP Joint Come Treasurer. Finally, the PYP was concluded with a prayer by Pastor Roy George and benediction by Reverend Dr. Wilson Joseph. I thank God Almighty who blessed our PYP meeting. All glory and honor be to God. Thank you. God bless you all in Christ. PYP Secretary Jerome Joseph. Thank you. Thank you so much. God bless. താങ്ക് യു ബ്രദർ. കഴിഞ്ഞ നമ്മുടെ PYP മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് സവിസ്തരം സെക്രട്ടറി വായിച്ചല്ലോ. നമ്മുടെ സാധാരണയുള്ള പതിവനുസരിച്ച് റിപ്പോർട്ട് ഇതിനകത്ത് ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർപ്പിക്കാം. അതല്ല എങ്കിൽ ഇത് പാസ്സാക്കാവുന്ന ഒരാൾ അഭിപ്രായപ്പെടുകയും ഒരാൾ അതിനെ പിന്താങ്ങുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വായിച്ച് കേട്ട കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട്. പ്രൈസ് ഗോഡ്. യെസ്, ജോസ് ബ്രദർ പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജോസ് പ്രകാശ് ബ്രദർ ഒരാളോട് ജസ്റ്റ് ഒന്ന് അതിനെ പിന്താങ്ങി കൂടെ ചെയ്താൽ നമുക്കത് അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങാമല്ലോ. പറയുകയോ കൈ ഉയർത്തുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഓൺലൈൻ ബ്രദർ അനിൽ സാം കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, താങ്ക് യു. അങ്ങനെ റിപ്പോർട്ട് പാസ്സാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജെറിൻ. അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങാമല്ലോ. അടുത്ത പ്രോഗ്രാം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ്. അതിനായിട്ട് മാസ്റ്റർ ജോനാഥാൻ ജോസിനെ ക്ഷണിക്കുന്നു. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ബൈ മാസ്റ്റർ. Praise the Lord.
Yes, sir. Praise Lord, praise Lord. Yeah. മാസ്റ്റർ ജോനഥാൻ വളരെ അനുഗ്രഹിക്കപ്പെടില്ല പ്രോഗ്രാം ചെയ്തല്ലോ. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ചെയ്യുവാൻ പ്രിയ പൈതലിനെ സഹായിച്ചു. ദൈവം ധാരാളമായിട്ട് പൈതലിനെ അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകിയ താലന്തുകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കട്ടെ. അടുത്ത പ്രോഗ്രാം ഒരു ബൈബിൾ ഇൻഡെക്സ് ആണ്. ബൈബിൾ ഇൻഡെക്സ് ബൈ മാസ്റ്റർ ഡിറ്റിയാൻ റിനു ബ്രദർ ഡിറ്റിയാൻ. യെസ്. Sam Powers, Akiti Ati Johnson, son of Isaiah, Jeremiah. Yeah, praise God. Bible index through a song also. Yes. Yeah, കൊച്ചുമാണല്ലോ. ഒന്നുകൂടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ബന്ധപ്പെട്ട praise God. പ്രിയ പൈതലിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്ത ചെയർമാന്റെ അധ്യക്ഷ പ്രസംഗമാണ്. വീണ്ടും നമ്മുടെ പ്രോഗ്രാം ധാരാളം നല്ല പ്രോഗ്രാംസുകളുണ്ട്. പെട്ടെന്ന് ചില മിനിറ്റുകൾ എടുത്ത് ഞാൻ ദൈവത്തിലിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ കർത്താവിദാസനെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കുടുംബമായിട്ട് ഓർ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. PYPയിലെ എല്ലാ മെമ്പേഴ്സ്, സൗരസഭമാർ, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾക്ക് ശേഷമാണ് PYPയുടെ മീറ്റിംഗ് കൂടുന്നത്. PYPക്ക് ലോക്ക്ഡൗൺ ആയിരുന്നോ അതോ ക്വാറന്റൈൻ ആയിരുന്നോ എന്നൊക്കെ തോന്നിപ്പോകുന്നു. ഈ വർഷത്തെ രണ്ടാമത്തെ മീറ്റിംഗ് ആണെന്ന് ഞാൻ കരുതുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. PYPയുടെ ടീമിനെയൊക്കെ കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വളരെ റെഗുലറായിട്ട് എല്ലാ മാസവും അറ്റ്ലീസ്റ്റ് വൺസിൻ്റെ മന്തെങ്കിലും കൂടി വരത്തക്ക രീതിയിൽ തുടർ മാസങ്ങളിൽ ദൈവം അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്ന അവരുടെ എല്ലാ എഫേർട്സിനും ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഒത്തിരി പ്രോഗ്രാംസ് അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, ചാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു സംഭവം ജസ്റ്റ് ഓർപ്പിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ തന്നെ ഓർപ്പിക്കുന്നു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. കർത്താവ് വീണ്ടും കഫർന്നഹൂമിൽ എത്തിയ വിവരം അവിടെ നാം വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഉണ്ടെന്നറിഞ്ഞ് ആ ശ്രുതി അവിടെയൊക്കെ പരന്നു. ആ വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞപ്പോൾ വലിയ ശ്രുതി ഉണ്ടായെന്നാണ് കാണുന്നത്. യേശുക്രിസ്തു ഭവനത്തിൽ ഉണ്ടെങ്കിൽ ആ ശ്രുതി അറിയും. യേശുക്രിസ്തു ചർച്ചിലുണ്ടെങ്കിൽ ആ ശ്രുതി മറ്റുള്ളവർ അറിയും. യേശുക്രിസ്തു PYPയുടെ മീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ശ്രുതിയും അറിയും. നമ്മുടെ സൂമില് പുതിയ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാനൊക്കെ മുഖാന്തരമായി തീരും. കൂടുതൽ വലിയൊരു ആൾക്കൂട്ടം എപ്പോഴും യേശുക്രിസ്തു ഉള്ളിടത്തൊക്കെ വരിക പതിവായിരുന്നു എന്ന് നമ്മൾ വചനത്തിൻ്റെ സത്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വിശ്വസിക്കുന്നതുകൊണ്ട് നാം അങ്ങനെ കാണുന്നു. യേശു എവിടെയുണ്ടോ അവിടെ വളരെയേറെ ആൾക്കാർ കൂടി വരുന്നു. ആ ശ്രുതി മറ്റു പലയിടത്തേക്കും പരക്കുന്നു. സ്തോത്രം. ഒന്നാമത്തെ കാര്യം അതാ, യേശു ഉണ്ടെങ്കിൽ ആ ശ്രുതി എല്ലായിടത്തേക്കും പരക്കും. വാതിൽക്കൽ പോലും ഇടവില്ലാതെ വണ്ണം പലരോട് വന്നുകൂടി അവനവരോട് തിരുവചനം പ്രസ്താവിച്ചു എന്നാണ് കാണുന്നത്. വലിയൊരാൾക്കൂട്ടം, അതാ ഞാൻ ഓർപ്പിച്ച വലിയൊരാൾക്കൂട്ടം അവിടെ ആ ഭവനത്തിൽ കടന്നു വന്നു. നമുക്കറിയാം, ആ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പല അത്ഭുതങ്ങൾ അവിടെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. യേശുക്രിസ്തു അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു. പത്രോസിന്റെ ഭവനത്തിലേക്ക് എത്തിയപ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യമില്ലാതിരുന്നപ്പോൾ യേശു നോക്കിയ മാത്രയിൽ തന്നെ സൗഖ്യം
അവിടെ വ്യാപരിച്ചു. അവരെ ശുശ്രൂഷിപ്പാൻ തക്കണം പത്രോസിന്റെ അമ്മായിയമ്മയെ ദൈവം സഹായിച്ചു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന വിഷയവും തന്നെ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. വലിയ അത്ഭുതങ്ങൾ, യേശു ഉള്ളിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ ചിന്തിക്കുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ ഭവനത്തില് വലിയ ഒരു ജനക്കൂട്ടം കൂടുവാൻ കാരണം എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വലിയൊരു ജനക്കൂട്ടമുണ്ട്. കാരണം വാതിൽക്കൽ പോലും ഇരിക്കുവാൻ കടക്കുവാൻ കഴിയാതെയുള്ള അത്ര വലിയൊരു ആൾക്കൂട്ടം ആ ഭവനത്തിലുണ്ടായിരുന്നുകൊണ്ട് വലിയൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവരോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നതാണ് കണ്ടത്. അപ്പോൾ നാം കാണുന്ന അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന കാര്യം അവിടെ പറയും. 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആൻഡ് ദേ കെയിം ബ്രിങ്ങിങ് ടു ഹിം എ പാരലൈറ്റിക് ക്യാരിഡ് ബൈ 4 men. 4 ആൾക്കാർ ഒരു രോഗിയെ ചുമന്നുകൊണ്ട് യേശുക്രിസ്തുവുള്ള ഭവനത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. രോഗി ഒറ്റയ്ക്ക് എത്തിയതല്ല, രോഗിയെ ഒരാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വന്നതുമല്ല. ആ രോഗിയെ അവിടെ എത്തിക്കുവാൻ വെക്കണം നാം കാണുന്നത് 4 ആളുടെ സർവീസ് അവിടെ വേണ്ടി വന്നു. 4 ആൾക്കാർ ഒരുമിച്ച് ഈ രോഗിയെ അവിടേക്ക് കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. അതിനേക്കാൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നാം കാണുന്നുണ്ട്, ഇത്രയും ആൾ കൂടിയ ഈ ഒരു വീട്ടിലേക്ക് ഇത്രയും സ്പേസ് വേണ്ടിയ 4 ആൾ ചുമന്നുകൊണ്ട് രോഗിയെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്നിട്ട് സാധ്യമല്ലാത്ത വിഷയമാകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നാം കാണുന്നത് അതിന്റെ മേൽക്കൂര തന്നെ പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഈ 4 പേര് അവിടെ ഇറക്കി വെച്ചതായി കാണുന്നുണ്ട്. ഒന്നീ ആ വീട്ടുകാരൻ അതിന് അനുവദിച്ച് കാണും, അല്ലെങ്കിൽ വീട്ടുകാരൻ്റെ അനുവാദം കൂടാതെ ആയിരിക്കാണ് സംഭവിച്ചത്. ഇതുവരെ 4 പേരുടെ സർവീസ് അവിടെ വേണ്ടി വന്നു. 5-ാമത്തെ വാക്യത്തിൽ അവർ ഓർപ്പിക്കുന്നത്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. And Jesus, seeing their faith, said to the paralytic, son, your sins are forgiven. അവരുടെ വിശ്വാസം കണ്ടിട്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കൂടി വന്നവര് ശാസ്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർക്ക് തന്നെ അവരുടെ ഇടയിൽ തന്നെ പല ചിന്താഗതികൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അവിടെ തന്നെ ഇതിനെക്കുറിച്ചൊരു സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ 9-ാമത്തെ വാക്യത്തിലേക്ക് പറയുമ്പോൾ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറഞ്ഞ് അവൻ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നതോടെ ഏതാകും എളുപ്പമെന്ന് ചോദിച്ചു. എല്ലാവർക്കും വിസ്മയം തോന്നുവാറ്. ഞാൻ ചുരുക്കുമ്പോൾ ഇങ്ങനെ ഒരു നാളും കാണാതെ കൊണ്ട് അവൻ കിടക്ക എടുത്തുകൊണ്ട് എല്ലാവരും കാണിക്കാൻ പുറപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. സംഭവം നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിഷയം ചിരിക്കുന്നു. ഇപ്പൊ യേശു പക്ഷപാതക്കാരന് അവിടെ വെച്ച് സൗഖ്യം കൊടുക്കുന്ന വിഷയം അവിടെ എടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പൊ എനിക്ക് ഓർപ്പിക്കാനുള്ള വിഷയം അവിടെ ലാസ്റ്റിൽ കാണുന്നത് ദൈവനാമത്തിന് മഹത്വമായി തീർന്നു. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കാണുന്നത്. അവിടെ ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീർന്നതിന്റെ കാരണങ്ങള് 4-5 വാക്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 4 ആൾ ഈ രോഗിയെ അവിടെ എത്തിച്ചു. ആ വീടിന്റെ ഉടനും അത് അനുവദിച്ചു. പിന്നീട് കാണുന്നത് ആ 4 ആളുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവന്റെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു, അവന് അത്ഭുതകരമായ സൗഖ്യം നൽകിയെന്നാണ് പറഞ്ഞത്. സംഭവം നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാൽ എനിക്ക് ഓർപ്പിക്കാനുള്ള വിഷയം, ആസ് എ PYP നമ്മൾ വളരെ കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ച് നടത്തുന്ന ഈ കൂട്ടായ്മയിൽ വലിയൊരു ചലഞ്ച് ഉണ്ട്, ഒരു വലിയ ഉത്തരവാദിത്വം. അതാണ് എനിക്ക് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒന്നാമത് ഇതിന്റെ ഈ 2-ാമത്തെ അധ്യായത്തിന്റെ ആ ഭാഗം ക്ലോസ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഒരു നാളും കാണാതവണ്ണമുള്ള ദൈവപ്രവൃത്തിയോടെ കണ്ടുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീർന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ഫെലോഷിപ്പിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മുടെ ബെനഡിക്ഷനിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ആശീർവാദം പറഞ്ഞ് പോകുമ്പോൾ, നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ വിഷയം ദൈവനാമം മഹത്വപ്പെടുക എന്നുള്ളതാകട്ടെ. പ്രൈസ് ഗോഡ്. ഇവിടുത്തെ ക്ലോസിംഗിൽ നാം കാണുന്നത് ഇവരെല്ലാവരും വിസ്മയിച്ച് ഇന്ന് വരെ കാണാതവണ്ണമുള്ള വലിയൊരു അത്ഭുതം കണ്ടിട്ട്, ഒരു വലിയ ദൈവിക വിടുതൽ കണ്ടിട്ട്, അവന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരുന്ന് അവന്റെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്ത് പോയപ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ
നമ്മുടെ ഫെലോഷിപ്പുകൾ അത് ഏത് കൂട്ടായ്മ ആയിക്കോട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. അതായിരിക്കട്ടെ നമ്മൾ പോകുമ്പോഴുള്ള സന്തോഷം. പ്രൈസ് ഗോഡ്. മാറാനാഥാ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കൂട്ടായ്മകളൊക്കെ നമ്മൾ കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പോലെ തന്നെ നാം കടന്നു പോകുമ്പോൾ ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ അതിന് വളരെ ദൗത്യം നമുക്കുണ്ട്. ഇതിന് പിന്നിൽ വലിയ എഫേർട്ട് ഉണ്ട്. നമുക്ക് പല ആൾക്കാരുടെ സർവീസ് ആവശ്യമായിരിക്കും, വോളണ്ടിയേഴ്സിനെ ആവശ്യമായിരിക്കും. വോളണ്ടിയേഴ്സ്, പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് PYPയുടെ മെമ്പേഴ്സ് നിങ്ങൾ യുവാക്കളാണ്, യുവതികളാണ്, യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ്, പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് മാറി നിൽക്കുവാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം. ഏത് സഭയുടെയും സംഘടനകളെയും ആരും ആയിക്കോട്ടെ, അത് വളരെ യുവത്വമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ 33.5 തിരുവയസ്സാണ് വളരെ ശക്തമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തത് കാണുമ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർ എല്ലാവരും തന്നെ വിവിധ പ്രായങ്ങൾ, ഒരുപക്ഷെ അതേ പ്രായങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ യുവാക്കളായിട്ടുള്ള ശക്തരായി പ്രവർത്തിക്കുവാൻ കഴിയുന്നവരെ കർത്താവ് വിളിച്ചു ശിഷ്യരാക്കുക ചെയ്ത. പ്രൈസ് ഗോഡ്. നിങ്ങൾ വലയും ഒക്കെ വിട്ടിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞ് അവരെ വിളിച്ചു വേർതിരിച്ച് കർത്താവിന്റെ കൂട്ടുകാരി. അപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തെയാണ് എപ്പോഴും യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. എന്തിനും തയ്യാറായിട്ടുള്ളത് ശക്തരായ ഒരു കൂട്ടത്തെ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ PYP നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. പലതും ഓൺലൈനിലൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ്. നിങ്ങൾ മാറി നിന്നുകൊണ്ട് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ മറ്റു പലരെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ചിന്തിക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ ഫോർഫ്രണ്ടിലേക്ക് വന്നേ മതിയാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ചിലരെ കർത്താവിന്റെ അടുത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാകുന്നു. ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്ന അനേകരുണ്ട്, രോഗികളുണ്ട്, ഭക്ഷണം കഴിക്കാതെ ഭാരപ്പെടുന്നവർ കാണും, മറ്റ് ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം. ചിലർ നമ്മെ സമീപിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് അടുത്തേക്ക് ചെല്ലണം. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത്? കാരണം PYPയുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വി ആർ ഓൾ സേവ്ഡ് ടു സെർവ്. പ്രൈസ്. വി ആർ ഓൾ സേവ്ഡ് ടു സെർവ്. പ്രൈസ് ഗോഡ്. സൂക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശക്തരായ യുവാക്കളും യുവതികളും ആകുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുവാൻ കഴിയില്ല. IPC വർഷിപ്പ് സെന്ററിന്റെ യുവാക്കൾ ഈ സംരംഭം ആവശ്യമുള്ളിടത്ത് ചെന്നെത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാൻ വെക്കണം. ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. 4 പേര് ആവശ്യമുണ്ട്. പ്രൈസ് ഗോഡ്. PYP 4 അല്ല, അതിൽ കൂടുതൽ കമ്മിറ്റി മെമ്പേഴ്സിനെ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നോട്ട് 4, മോർ ദാൻ 4. പ്രൈസ് ഗോഡ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. പ്രൈസ്. 6 or 7 കമ്മിറ്റി മെമ്പേഴ്സിനെ പിന്നെ എന്തിനാണ് വന്നിരിക്കുന്നത്? പ്രൈസ് ഗോഡ്. ചർച്ചിനും ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ കൗൺസിൽ മെമ്പേഴ്സ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൗൺസിൽ കൂടി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടി മാത്രമാണോ കൗൺസിൽ? പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ PYPയുടെ കമ്മിറ്റി അല്ലെങ്കിൽ PYPയുടെ കൗൺസിൽ അല്ലല്ലോ. പ്രവൃത്തിവാദത്തിലേക്ക് ശക്തരായി നിൽക്കുവാനുള്ള ആവശ്യത്തിന് മേൽ ദർശനം കിട്ടിയ ദേവദാസന്മാരൊക്കെ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ തയ്യാറാക്കിയ വിഷയമാണ്. PYPയുടെ കൗൺസിലൊക്കെ ഇത്ര പേരായിരിക്കട്ടെ, ചർച്ചിന്റെ കൗൺസിൽ ഇരിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞ് ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ സഹായത്തിന്റെ കരമെത്തിക്കുവാൻ വെക്കണം. സഹായത്തിന്റെ ഫോർഫ്രണ്ടിലേക്ക് ചെന്നെത്തുവാനുള്ള വോളണ്ടിയേഴ്സ് ആകുവാൻ വെക്കണം. എന്തിനിവിടെ DYFA-ക്കാര്, DYFI-ക്കാര്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തമുള്ളവര് ഫോർഫ്രണ്ടിൽ പ്രവർത്തിക്കുവാൻ സകലം ഉപേക്ഷിച്ച് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന, കർത്താവിന്റെ വിളി ലഭിച്ച പ്രിയപ്പെട്ട നമുക്ക് എങ്ങനെ മാറി നിൽക്കുവാൻ കഴിയും? പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ഇഷ്ടത്തിന് അവസരങ്ങളെ ഉപയോഗിക്കാൻ വെക്കണം. നാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തോടല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ട് മടങ്ങി വരുവാൻ കാരണമായി തീർന്നത്? കാരണം ഫോർഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ശക്തരായ യുവാക്കൾ അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അത്രമാത്രം ശക്തരായുവെങ്കിൽ ക്രിസ്തുയേശുവിന്റെ ഭടന്മാരായ നിങ്ങളെ നമ്മെ വിളിച്ചു വേർതിരിക്കുന്നവർ നമുക്കെങ്ങനെ മാറി നിൽക്കുവാൻ കഴിയും? ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്നവരെ യേശുവിന്റെ അടുത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം. മറ്റുള്ളവർക്കൊക്കെ ഈ ലോകത്തിലെ എന്തെങ്കിലും കൊടുക്കാൻ കഴിയും. ചില കിറ്റുകളോ അല്ലെങ്കിൽ ചില ആവശ്യങ്ങളോ, പണമോ, ചില പെൻഷനോ, ചില റേഷൻ കിറ്റ്സ് ഒക്കെ കൊടുക്കാവുന്ന ഈ ലോകത്തിലേക്കുള്ള ലോകത്തിലായിരിക്കുമ്പോഴുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. പ്രൈസ്. എന്നാൽ ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലേക്കും കൊടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റ് നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ്. അവന്റെ ആത്മാവിന്റെ രക്ഷ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരാത്മാവിന്റെ വില സകല ലോകത്തേക്കാളും വിലയേറിയതായിരിക്കണം. ആ വലിയ ദൗത്യം നാം ചെയ്യുമ്പോൾ ഒരാത്മാവിനെ നേടിയാൽ പ്രൈസ് ഗോഡ് സ്വർഗം സന്തോഷിക്കും. പ്രൈസ് ഗോഡ്. അവനെ കർത്താവിലേക്ക് എത്തിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 4 ആൾ
ഒരുമിച്ച് അവനെ കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്. അവരുടെ വിശ്വാസം കർത്താവ് കണ്ടിട്ട് അവന്റെ പാപങ്ങളെ മോചിച്ചു, രോഗങ്ങളെ സൗഖ്യമാക്കി. ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ POP മെമ്പേഴ്സിനോട് ഞാൻ എൻ്റെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. പ്രൈസ് ഗോഡ്. വലിയൊരു ദൗത്യമാണ്. നിങ്ങൾ യുവതി യുവാക്കളാണ്. നിങ്ങൾ ശക്തരാകിയാലും ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിച്ചിരിക്കാനും പ്രൈസ് ഗോഡ് അവൻ യോഹന്നാൻ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്ന പോലെ ആ വലിയ ദൗത്യത്തിലേക്ക് മുന്നോട്ട് വരുവാനൊക്കെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നാം എഴുതി തീരുമാനിച്ച പല കാര്യങ്ങൾക്കുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടും വലിയൊരു ദൗത്യം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. ചിലരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഈ വർഷങ്ങൾ ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൗൺസിലിനെ സഹായിക്കട്ടെ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ POPയുടെ മെമ്പേഴ്സ് എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അൾട്ടിമേറ്റ്ലി ദൈവനാമം മഹത്വപ്പെടണം. POP ആയിക്കോട്ടെ, ചർച്ച് ഗാദറിംഗ് ആയിക്കോട്ടെ, സഹോദര സമാജം ആയിക്കോട്ടെ, സൺഡേ സ്കൂൾ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ദൈവനാമം മഹത്വപ്പെടണം. ഗോഡ് ബ്ലസ് യു ഓൾ വിത്ത് ദിസ് വേർഡ് ഓഫ് ഗോഡ്. താങ്ക് യു. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഒരു ഭാവനയാണ്. വളരെ നല്ലൊരു ഭാവന നമുക്ക് കേൾക്കാം. സിസ്റ്റർ ജെഫി ജോയലിനെ ക്ഷണിക്കുന്നു. സിനിമ അധ്യക്ഷൻ POP അധ്യക്ഷൻ റോയ് പാസ്റ്റർ, ബിൽസം പാസ്റ്റങ്ങൾ, POPയുടെ കമ്മിറ്റി, അതുപോലെ ഇതില് ഈ സൂം മീറ്റിംഗിൽ വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും വേഗം വരുന്നതിനായി യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കുറച്ചു നേരത്തേക്ക് നിങ്ങളെ ഞാൻ എന്റെ ചെറിയ ഭാവന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൊറോണ കാലത്തെ ഒരു പ്രഭാതം. സാമച്ചൻ ആദ്യ രാവിലെ തന്നെ ഉണർന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പതിവ് പോലെ പത്രവും ചായയുമായി സിറ്റൗട്ടിലേക്ക്. വായന കഴിഞ്ഞപ്പോഴേക്കും നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ. എന്നാലും ഇത് എത്ര നാൾ നീളും ഇങ്ങനെ? എത്രയോ പേര് ഈ ലോകം വിട്ടുപോകുന്നു. എന്നാലും കർത്താവേ, അങ്ങ് എനിക്ക് തന്ന നല്ല പ്രത്യാശയ്ക്കായി നന്ദി. രക്ഷയുടെ സന്തോഷത്തിലേക്ക് അങ്ങനെ മടക്കി വരുത്തിയല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് സാമച്ചൻ തന്റെ ഓർമ്മകളിലേക്ക് പോയി. ചാച്ചൻ മരിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം തങ്ങളെ തേടി വന്ന ഒരു കത്ത്. അതാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചത്. ആ കത്ത് തന്നെ ഒരു പുതിയ മനുഷ്യനാക്കി. സാമച്ചൻ അകത്തേക്ക് പോയിട്ട് തന്റെ ബൈബിളിൽ മടക്കി വെച്ചിരുന്ന ആ കത്ത് തുറന്ന് വീണ്ടും വായിച്ചു തുടങ്ങി. പ്രിയ സഹോദരങ്ങൾക്ക്, നരകത്തിൽ നിന്നും അതിവേദനയോടെ ധനവാനായ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ എഴുതുന്നത്. നിങ്ങൾ എല്ലാവരും സുഖമായും ശുഭമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുടുംബങ്ങളും മക്കളും ഒക്കെ സുഖമായിരിക്കുന്നല്ലോ. നിങ്ങൾ 5 സഹോദരങ്ങളും കുടുംബങ്ങളും പരസ്പരം താങ്ങാൻ നിന്നോണം. കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ വളരെ പശ്ചാത്താപത്തോടെയാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ മരിച്ച് അവിടുന്ന് പോരുമ്പോൾ ഉള്ള നിങ്ങളുടെയൊക്കെ ദുഃഖവും നിലവിളിയും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. എന്നാലും നിങ്ങൾ അന്തസ്സായിട്ട് എന്നെ പറഞ്ഞയച്ചു. ഓവർസിയറും ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ പാസ്റ്ററും കമ്മിറ്റിക്കാരും ഒക്കെ എന്നെ പറ്റി പറയുന്ന സാക്ഷ്യം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. എല്ലാരും എന്നെ പ്രത്യാശയുടെ തീരത്ത് കാണുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ഒന്നും എത്തിയില്ല. ജീവനോടെ ഇരുന്നപ്പോൾ ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തികളും മാത്രമായിരുന്നു ഇവിടുത്തെ മാനദണ്ഡം. അവിടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് സംഭവിച്ചത് എന്തെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കുതിരകളെ പൂട്ടിയ രഥത്തിൽ തിളങ്ങുന്ന ഒരു ദൂതനാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്. മുകളിലേക്കുള്ള ആ യാത്ര വളരെ മനോഹരമായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഞങ്ങൾ സ്വർഗത്തിന്റെ വാതിക്കലെത്തി. സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ദൂതന്മാർ വന്നവരുടെ സർട്ടിഫിക്കറ്റ് നോക്കി എന്റെ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിരില്ലാത്ത സന്തോഷത്തിലേക്ക് കയറുന്ന ആകാംക്ഷയിൽ എല്ലാരും പാട്ടൊക്കെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. അവിടെ ആകെ എന്തോ ഒരു പ്രകാശമായിരുന്നു. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിക്കുന്നതിലും അധികം വെളിച്ചം. നാട്ടിലെ ശീലം പോലെ ധനവാനുള്ള സ്പെഷ്യൽ കൺസിഡറേഷന് വേണ്ടി ഞാൻ നിന്നു. ദൂതന്മാർ വീണ്ടും വീണ്ടും ഓരോരുത്തരെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു കൂട്ടം കണ്ടു. ഓരോരുത്തർ ഓരോ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. സ്വർഗത്തിലായോണ്ട് പുതിയ ഭാഷയായിരിക്കും, 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നമ്മുടെ അപ്പുറത്ത് ജംഗ്ഷനിലുള്ള IPC ചർച്ചിലെ പണ്ട് മരിച്ചുപോയ ചിലരെയൊക്കെ ഞാൻ കണ്ടു. അവരുടെ അടുത്തേക്ക് ഒന്ന് പോയി പരിചയം പുതുക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറാൻ പോയപ്പോ പെട്ടെന്ന് 2 പ്രകാശരൂപികൾ വന്നെന്നെ രൂക്ഷമായി നോക്കി. സ്വർഗീയ രാജാവിനെ കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോ പറഞ്ഞു, ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഞാൻ സഭയിലെ പ്രധാനിയായ ധനവാനാണ്, നല്ല സമ്പത്തും ഉണ്ട്, കൂടുതൽ ദശാംശം കൊടുക്കുന്നതും കൺവെൻഷൻ നടത്തുന്നതും ഒക്കെ ഞാനാണ്. അതുകൊണ്ട് ദൂത, നീ സ്വർഗത്തിൽ എനിക്ക് സ്പെഷ്യൽ സീറ്റ് തരണം എന്ന് പറഞ്ഞു തീർന്നതും ഉടനെ ആ ദൂതൻ എന്നെ പൊക്കിയെടുത്ത് ആകാശത്തിലൂടെ പറന്നു. നരകവാതിന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് താഴെ കാണുന്ന പാതാളത്തിലേക്ക് ചാടിക്കോളാൻ പറഞ്ഞു.
സ്വർഗവാതിലിന് മുന്നിലൂടെ നരകത്തിലേക്കും പോകാമെന്ന് അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. രക്ഷിക്കണേന്ന് വിളിച്ചുകൊണ്ട് ഞാൻ മറിഞ്ഞു വീണു. തീയുടെ കാഠിന്യം, ആ ചൂട് കൊണ്ട് എന്റെ ബോധം മറിഞ്ഞ പോലെ തോന്നി. എന്നെ ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഒന്നും കൂടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പാതാളത്തിലെ യാതനാ സ്ഥലത്താണെന്ന്. തീച്ചുളയാണ് ഇവിടെ. കരച്ചിലും പല്ലുകടിയും നിലവിളിയും കേൾക്കുന്നു. പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. പകല സന്തോഷവും നിത്യതയും നഷ്ടപ്പെടുത്തി സമ്പത്തിന്റെ അഹങ്കാരത്തിൽ മാത്രം വിട്ടിയായി പോയി ഞാൻ. ഒരു കാര്യം മുന്നേ അറിയിക്കാൻ വിട്ടുപോയി. നമ്മുടെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്ന ആ ലാസറുണ്ടല്ലോ, അവനെ ഇവിടെ ഞാൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ കണ്ടു. ഈ തീയിൽ പുഴുക്കളോടൊപ്പം കിടന്നുരുകുന്ന എനിക്ക് ലാസറിന്റെ വിരലിൽ മുക്കി അല്പം വെള്ളം ചോദിച്ചപ്പോ പിതാവ് പറയുക, ലാസർ ദരിദ്രനും വ്രണം നിറഞ്ഞവനുമായി ആയുസ്സിൽ തിന്മ പ്രാപിച്ചു, എങ്കിലും അവന്റെ വിശ്വാസം മുറുകെ പിടിച്ചു. ഇപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു. എന്നാൽ എന്റെ ആയുസ് ഞാൻ സുഖിച്ച് ജീവിച്ചു, എങ്കിലും ഞാൻ എന്റെ രക്ഷയെ ഗണ്യമാക്കാതിരുന്നു. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ലാസർ നിത്യ സന്തോഷത്തിലും ഞാൻ ഇവിടെയും എത്തി. സ്വർഗത്തിനും പാതാളത്തിനും നടുവെ വലിയൊരു പിളർപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര സാധ്യമല്ല. ഇനി എനിക്കൊരു മാറ്റത്തിന് അവസരമില്ല. നമ്മുടെ മാറി മാറി വന്ന പാസ്റ്റർമാരൊക്കെ അന്ത്യകാലത്തെ പറ്റിയും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് സത്യമാ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്നുള്ള വാക്യമായിരുന്നു ഞാൻ അവസാന സഭായോഗത്തിൽ കേട്ടത്. എന്റെ കണ്ണുകൾ, കൈകൾ, കാലുകൾ, മനസ്സ്, ദൈവത്തെക്കാൾ ഉപരി പണത്തോട് ലോകത്തിനോടുമുള്ള സ്നേഹം, ഇവയൊക്കെ എനിക്ക് ഇടർച്ച വരുത്തിയ സമയത്ത് ഞാൻ അതൊക്കെ വെട്ടിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഊനമുള്ളവനായിട്ടെങ്കിലും സ്വർഗരാജ്യത്തിൽ കടക്കാമായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു കത്ത് അയക്കുന്നത് തന്നെ അസാധ്യമാ. നിങ്ങളെ ഇവിടുത്തെ ഈ അവസ്ഥയൊക്കെ ഒന്ന് നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെന്ന് എനിക്ക്. പക്ഷെ കഴിയത്തില്ല. നിങ്ങൾക്കൊരു സാക്ഷ്യത്തിനായിട്ട് ലാസറിനെ അയക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, നിങ്ങൾ അവിടെ സത്യവേദ പുസ്തകവും പ്രവാചകന്മാരും പാസ്റ്റർമാരും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും രക്ഷപ്പെട്ടില്ല, പിന്നെ ആര് വന്നിട്ട് കാര്യമില്ലാന്ന്. എന്നാലും നിങ്ങളോടുള്ള എന്റെ അമിതമായ സ്നേഹത്തിന്റെ പുറത്താണ് ഈ കത്തെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് എഴുതുവാൻ സാധിക്കുന്നത്. എന്റെ മക്കളെ, ചാച്ചന് പറ്റിയ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണം. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എല്ലാവരും സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരണം, കൂട്ടായ്മ ആചരിക്കണം, തിരുമേശയിൽ പങ്കെടുക്കണം, ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കണം, സഭയുടെ ചട്ടങ്ങളെ പാലിക്കണം, ദൈവദാസന്മാരെ മാനിക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണം, സാക്ഷ്യത്തോടെ ജീവിക്കണം. നിങ്ങൾ പ്രാപിക്കുന്ന രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരോട് പറയണം. വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഉപദേശത്തിനനുസരിച്ച് ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, ആരും ഇവിടേക്ക് എത്തിപ്പെടാതെ സൂക്ഷിക്കണം. നിങ്ങളെ ആരെയും തീ പൊള്ളുന്ന ഈ അഗ്നിനരകത്തിൽ കാണരുതെന്നുള്ള അപേക്ഷയോടെ സ്വന്തം ചാച്ചൻ. കത്ത് മടക്കി വെച്ചിട്ട് സാമച്ചൻ ഓർത്തു. ചാച്ചന്റെ കത്ത് തങ്ങൾക്കൊരു പുതു ദർശനം തന്നു. പ്രാർത്ഥിക്കാൻ പോയി ചുങ്കക്കാരനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയാതെ വണ്ണം തന്റെ തല കുനിഞ്ഞിരുന്നു. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീതീകരിക്കപ്പെട്ട ശേഷം തനിക്ക് ലഭിച്ച സമാധാനം എങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ, തന്നു നിൻ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മത്തായി 14:24 ഇപ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഓരോരുത്തരും ചിന്തിക്കുക. നാം ഏവരും നിത്യതയിൽ കാണപ്പെടുക, നമ്മെ തന്നെ ക്രമീകരിക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവനയും നല്ലൊരു സന്ദേശവും കേട്ടല്ലോ പ്രിയ സിനിമകളെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. യെസ്, സിസ്റ്റർ ജെഫി ജോയ്, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. സ്പെഷ്യൽ പ്രോഗ്രാമാണ്.
സിസ്റ്റർ ഏഞ്ചൽ കുര്യൻ ക്ഷണിക്കുന്നു. സ്പെഷ്യൽ പ്രോഗ്രാം ബൈ സിസ്റ്റർ ഏഞ്ചൽ കുര്യൻ. Praise the Lord. Respected Chairman, Wilson Pastor Uncle, Roy Pastor Uncle, PYP Secretary and the executives. Greetings to all of you in the matchless name of our Lord and Savior Jesus Christ. എല്ലാവരും അറിയുന്ന പോലെ എൻ്റെ പ്രോഗ്രാം സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. ഈ നോർമലി സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നോൺ വെർച്വൽ ആയ സമയത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ആചാരം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് പുറകോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഹോളിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് പോകുക. ഇതൊക്കെ കാരണം നമ്മുടെ പേര് വിളിക്കാൻ പാടില്ല. അങ്ങനത്തെ ചില ആചാരങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ടായിരുന്നു നോൺ വെർച്വൽ സമയത്ത്. വെർച്വൽ സമയത്ത് നമ്മൾ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സിമ്പിൾ മാറ്റങ്ങളാണ്. നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുക, നമ്മുടെ പേര് വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര നേരം വീഡിയോ ഓൺ ചെയ്ത ആൾക്കാരൊക്കെ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഈ വക പേരുകൾ വിളിക്കോ എനിക്ക് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, കാരണം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ആൻസർ പറയും, ദാറ്റ്സ് ഓൾസോ ഫൈൻ. പക്ഷെ എൻ്റെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന് വീഡിയോ അത്യാവശ്യമാണ്. കാരണം നോർമലി ബൈബിൾ ക്വിസ് ആണ്. ഓക്കെ, ജനറൽ ബൈബിൾ ക്വിസ് ആണെങ്കിൽ പോലും ഇതൊരു എപ്പോഴും ബൈബിൾ ക്വിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ്സ് എ ഹെഡിങ്, ദാറ്റ് മീൻസ് ബൈബിളിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മൾ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മാത്രം ശരിയല്ലല്ലോ. സോ അതുകൊണ്ട് ഞാനൊരു ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ട് എൻ്റെ ഈ ബൈബിൾ ക്വിസിന്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്രൊഡക്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയുകയും അതും കൂടാതെ ആ ഉത്തരം നിങ്ങൾ എടുത്ത് കാണിക്കുകയും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആർ വെരി സിമ്പിൾ. വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന് ശരിക്കും ഈ ആൻസേഴ്സ് നല്ലപോലെ അറിയാം. ഓക്കെ, ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് അറിയത്തില്ല. ഡു നോട്ട് വെറി, ഞാൻ എപ്പോഴും ഈസി ലെവലിലാണ് ഞാൻ ഇത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. റൂൾസ് ഇങ്ങനെയാണ്: ഞാൻ ചോദ്യം ചോദിക്കും ആദ്യമേ, എന്നിട്ട് അതിന്റെ വേഴ്സും പറയും. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ തന്നിക്കുന്ന വേഴ്സ് ഉണ്ടല്ലോ, ഓക്കെ, ആ വേഴ്സ് എടുത്തിട്ട് ആ വേഴ്സ് കംപ്ലീറ്റ് വായിക്കാതെ ആ ഉത്തരം മാത്രം പറയണം. ഓക്കെ, എന്നിട്ട് ആ ഉത്തരം എന്നെ കാണിക്കുകയും വേണം. ചിലപ്പം ടേബിൾ ആണെങ്കിൽ, ആൻസർ ടേബിൾ ആണെങ്കിൽ നിങ്ങൾ വാക്യം കംപ്ലീറ്റ് ആയിട്ട് വായിക്കരുത്, ആൻസർ മാത്രം എടുത്ത് വായിച്ചിട്ട് ടേബിള് കാണിക്കണം. ഓക്കെ, ചെയർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ആദ്യമേ പറയുന്നവർക്ക് നമ്മൾ അതിന് മാർക്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ റൂൾസ് എല്ലാം ഓക്കെ ആണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? ഓക്കെ അല്ലേ? അതിനൊപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നു, ഇത് പറഞ്ഞപ്പോ കുറച്ചൊരു വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് റിക്വസ്റ്റ് വീണ്ടും നിങ്ങളുടെ വീഡിയോ ഒന്ന് റീ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് സിമ്പിൾ ഒരു ആക്ടിവിറ്റി ആണ്, നമുക്ക് എല്ലാം ഒരുമിച്ച് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും അതിനുവേണ്ടി ഉണ്ടാവും. പാർട്ടിസിപ്പേഷൻ നമ്മുടെ സപ്പോർട്ടാണല്ലോ. സോ ഏഞ്ചൽ അത് ആങ്കർ ചെയ്യുന്നുണ്ടല്ലോ. സോ നിങ്ങളുടെ വീഡിയോസ് ദയവായി വീണ്ടും ഒരു റിക്വസ്റ്റ് ആണ്, ഓപ്പൺ ചെയ്യുക. കുറെ പേരുണ്ടല്ലോ ഇതിനകത്ത്, പ്ലീസ് നിങ്ങളുടെ വീഡിയോസ് വീണ്ടും ഓപ്പൺ ചെയ്യുക പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജെറൻ. സോ യാ, ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. ജനറൽ ക്വസ്റ്റ്യൻസ്, ജനറൽ ബൈബിൾ ക്വിസ് ആണ്. സോ ഈവൻ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ അപ്പൊ മനസ്സിലായില്ലേ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എന്താണെന്ന്? ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. സോ എവ്രിബഡി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വസ്ത്രം പോലെ സോറി, പാസ്റ്റേഴ്സ് ഫാമിലിക്കും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ക്രൈറ്റീരിയം വെച്ചിട്ടില്ല. താങ്ക് യു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വസ്ത്രം പോലെ ശാപം ധരിച്ചും എന്നാൽ അവന്റെ അസ്ഥികളിൽ ചെന്നത് എന്ത്? What entered his bones when he is clothed himself with using as with his garment? Okay, question, വസ്ത്രം പോലെ ശാപം ധരിച്ചും എന്നാൽ അവന്റെ അസ്ഥികളിൽ ചെന്നത് എന്ത്? What entered his bones when he is included himself with cursing as with his garment? വേഴ്സ് പറയാം. Psalms 109 verses 18 ആണ്.
സാംസ് 109 വേഴ്സസ് 18 ആണ് ബൈബിൾ വേഴ്സ് തുറക്കുമ്പോൾ ഉത്തരം മാത്രം പറയാൻ. only tell the answer. Unmute and tell the answer. പേര് പറയണേ, എന്നിട്ട് ആൻസർ പറയണേ. ഓക്കെ, ബിജു ബ്രദർ ആൻസർ പറഞ്ഞു, പക്ഷെ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമോ? ഓക്കെ, എണ്ണ എനിക്ക് പറയാൻ പറ്റുമോ? പറയാം, പക്ഷെ പ്രൊഡക്റ്റ് കാണിക്കണം. എന്നാന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഓടിപ്പോയി അല്ലെങ്കിൽ വേറൊരാള് ഉത്തരം പറഞ്ഞ് കാണിക്കണം. ഈ ഒരു സമയത്ത് തന്നെ വേറെ ഒരാൾ അതിന്റെ ഐറ്റം കൊണ്ടുവന്നാൽ അവർക്കായിരിക്കും പോയിന്റ്സ് കിട്ടുന്നത്. സോ അങ്ങനത്തെ ഒരു ലക്കും ഉണ്ട്. വെള്ളമല്ല, മഞ്ഞ ബോട്ടിൽ കാണിച്ചു. ഓക്കെ, ബിജു ബ്രദർ. ഓക്കെ, സോ ബിജു ബ്രദറിന് ഫസ്റ്റ് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് മാത്രം കാണിച്ചാൽ ഉത്തരം കൂടെ പറഞ്ഞ് കാണിക്കണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ബൈബിൾ തുറന്നു വെച്ചേക്കുന്ന അതായിരുന്നു, ബാക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് മുമ്പ് നേരത്തെ. Wow, that's so good. Okay, so second question. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ എന്താണ് അവൻ അരയിൽ ചുറ്റിയത്? യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ എന്താണ് അവൻ അരയിൽ ചുറ്റിയത്? His waist under to wash the legs of the disciples. So what did Jesus tie on his waist in order to get ready of disciples? Vakyam, John chapter 13 verse 5. So, yes, correct. Oh my God, സ്കാർഫ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതിന് കറക്റ്റ് ആയ പ്രൊഡക്റ്റ് കൊണ്ടുവരണം. നമ്മുടെ ഫസ്റ്റ് ആൻസർ പറഞ്ഞത് ജെഫ്രി ആണ്. ജെഫ്രി രാജാണ്. So I think ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്റെ തേർഡ് ക്വസ്റ്റ്യൻ. യാക്കോബ് എന്താണ് കല്ലിനോട് ഉപമിച്ചിരിക്കുന്നത്? What did Jacob use stone as? Genesis chapter 28 verses 18. Genesis chapter 28 verses 18. Okay. ഇവിടെ കുറച്ച് പേര് പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ട്, പക്ഷെ അൺമ്യൂട്ട് ചെയ്ത് ആൻസർ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തു, കാരണം നിങ്ങൾ പേര് പറഞ്ഞാൽ മാത്രം പ്രൊഡക്റ്റിന്റെ പേര് പറയണം, പ്രൊഡക്റ്റ് കാണിക്കണം. തലയിണ പറഞ്ഞായിരുന്നല്ലോ, തലയിണ. ഞാനേ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. സോ നിങ്ങൾ പേര് പറയണം, ആൻസർ പറയണം, പ്രൊഡക്റ്റ് കാണിക്കണം. ഓക്കെ, ദയവ് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക പ്ലീസ്. സോറി, മ്യൂട്ട് ചെയ്യുക ഇപ്പൊ മ്യൂട്ട് ചെയ്യുക, പിന്നെ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, ബ്രാൻഡ് പ്രശ്നമില്ല. ഹോസ്റ്റ് എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തേക്കാണ്. ഓക്കെ, എന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ. നീരുറവിൽ എന്തിട്ടപ്പോഴാണ് മരണവും ഗർഭനാശവും ഇല്ലാതായത്? What was put in the springs of water when the death and unfruitfulness was no? Salt. Yes. Salt ഉണ്ട്, ആൻസർ ഉണ്ട്. പ്രൊഡക്റ്റും കാണിച്ചു. ഞാൻ സോൾട്ട് പറഞ്ഞു ഇതും സോൾട്ട് കാണിച്ചു. സുനിമാമ ഫസ്റ്റ്. അതുപോലെ നേരത്തെ ഞങ്ങൾക്കൊരു സംശയം,
ഇതെങ്ങനാ എണ്ണ സോൾട്ടും എല്ലാം അവിടെ എടുത്തു വെച്ചേക്കുന്ന എങ്ങനെയാ? പ്രിസർവ് ആയിട്ടുണ്ട്. നേരത്തെ ഇതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്നൊരു സംശയം. ഇപ്പൊ ഇവിടെ ടേബിളിൽ സ്ഥലമില്ലാതെ വന്നിരിക്കുക. തലയാണ് ഞാൻ നമുക്ക് സുനിയാനിക്ക് പോയിന്റ് കൊടുക്കുന്നതാണ്. ഏതിലൂടെ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. ഇൻ വിച്ച് വേ വി cannot enter the kingdom of God if you do not born in. John chapter 3 verse. ഫ്ലാസ്ക് ഒറിജിനൽ വെള്ളം ഇതാണ്, ഒറിജിനൽ വെള്ളം. ഇത് പ്ലാസ്റ്റിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലാസ്ക് കാണിച്ചിട്ട് കാര്യമില്ല. 5 എണ്ണം കാണിച്ചിട്ട് ഇതുവരെ ഒരു പ്രയോജനം ഇല്ലാതായി. വിൽസൺ ഭാഷകൾക്ക് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. വേണ്ട 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 വേണ്ട. നോ നോ നോ. So the next question, ആറാമത്തെ question, എന്ത് വായ്പയാണ് ദരിദ്രന് കൊടുക്കേണ്ടത്? What do you lend to the poor among you? Exodus chapter 22 verses 25 ആണ്. എന്ത് വായ്പയാണ് ദരിദ്രന് കൊടുക്കേണ്ടത്? വെരി ഈസി ആണ്. പണം 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 കാർഡ് കാണിച്ചാ മതിയോ? കാർഡ് ക്രെഡിറ്റ് കാർഡ് കാണിച്ചാ മതിയോ? കാശ് കാണിക്കണം. യെസ് യെസ് യെസ്. വെരി ഗുഡ്. ബിലീവേഴ്സും കൂടി മുന്നോട്ട് വരണം. ഓക്കെ, and the second last question. പക്ഷെ ആർക്ക് പോയിന്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞ നല്ലതാ. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞ കൊണ്ട് ഒരു കൺഫ്യൂഷൻ. ഏതാ? അപ്പൊ രണ്ടുപേർക്കും പോയിന്റ്സ് കൊടുക്കാം. എവിടെ ഏതാ ഏതാ? രണ്ടുപേരും പൈസ കാണിച്ചല്ലോ, ക്യാഷ് രണ്ടുപേരും കാണിച്ചു. രണ്ടുപേർക്കും കൊടുക്കാം. അപ്പൊ രണ്ടുപേർക്കും ഓരോ പോയിന്റ് വെച്ച് കൊടുക്കുന്നതാണ്. പകുതി ഹാഫ് പോയിന്റ്സ് കൊടുത്താൽ മതി. പകുതി കൊടുത്താൽ മതി. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വർഗരാജ്യം ഉപമിച്ച വലയിൽ അകപ്പെട്ടത് എന്ത്? What is trapped in the net, which is a parable for heaven? Matthew chapter 13 verses 47 ആണ്. ശരിയായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് കയ്യിലില്ലെന്ന് തോന്നുന്നു. ഫിഷ് ഫിഷ് ഫിഷ്. കടുക്. നമ്മുടെ മീൻ എവിടെ? കടുക് എവിടെ? യെസ്, ബിജു അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. മീൻ പിടിക്കുന്ന വരകളാണ് സോഷ്. ഫിഷിന്റെ പീസ് കാണിക്കാം. പീസ് ഫൈനൽ ആൻസർ. വലയാ വല. ഞങ്ങളുടെ വീട്ടിലില്ല വല. സ്വർഗരാജ്യം ഉപമിച്ച വലയിൽ അകപ്പെട്ടത് എന്ത്? ഞാൻ കാണിച്ചല്ലോ ഫിഷ്. കണ്ടില്ല. ഓടിപ്പോയി വെക്കുകയും ചെയ്തു. ഫ്രീസറിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, തിരിച്ചു കൊണ്ടുവെക്കണ്ടേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സഹോദരന് ഇടർച്ച വരുത്തുന്ന സാധനത്തിന്റെ പേര്. സഹോദരന് ഇടർച്ച വരുത്തുന്ന സാധനം. What is that? I want to make my brother stumble. 1 Corinthians chapter 8 verse 13. Which verse? Reference? 1 Corinthians chapter 8 verses 13. മാംസം മാംസം മാംസം. Okay, full points. Yeah, thank you so much for participation. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, but it was really fun. Yes. Thank you so much. God bless you all.
Yeah, it's very interesting, very interesting. Thank you so much. നമ്മുടെ ഫൈനൽ വിന്നർ none other than സുനി റോയ് 4 പോയിന്റ്സോടെ ജയിച്ചിരിക്കുകയാണ്. പിന്നാലെ വിൽസൺ മാസ്റ്ററിലുണ്ട് 2 പോയിന്റ്സോടെ. ബാക്കി എല്ലാവരും ബിജു അങ്കിൾ, റൂഫസ് എല്ലാം ഓരോ പോയിന്റ് വെച്ച് നേടിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ ഏഞ്ചൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബ്രുണൈയിൽ നിന്നുള്ള ബിജുവിന് വരെ ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അപ്രീഷിയബിൾ ആണ്. എസ്പെഷ്യലി എപ്പോഴും സ്ക്രീനൊക്കെ ഓൺ തന്നെയാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രമല്ലല്ലോ. കർത്താവ് എല്ലാവരും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. കൺഗ്രാജുലേഷൻസ് ഏഞ്ചൽ. അടുത്ത പ്രോഗ്രാം ഒരു ഫാമിലി സോങ്. അനിൽ സാമുവേൽ ഫേബ ഫാമിലി, റൈറ്റ്? അനിൽ ഫേബ മോന് ഫാമിലി ആയിട്ട് അവരുടെ പാട്ടുണ്ട്. ഫാമിലി സോങ്. യെസ്, രാവിലെ തന്നെ അതിന്റെ ട്രയലൊക്കെ അവർ നോക്കിയതാണെന്ന് തോന്നുന്നു. കണ്ണീർ തുടയ്ക്കും നീ എന്നെ കൈവിടാ, നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും നീ എന്നെ കൈവിടാ, നീ എന്നും എന്റെ ഷാവിൻ ആഹാ, നീ മാറി എനിക്കെല്ലാമായി നാഥാ, നിന്നിൽ ചാടുന്ന നേരത്തിൽ നീങ്ങുന്നെൻ വേദനകൾ, നിന്നിൽ ചാടുന്ന നേരത്തിൽ നീങ്ങുന്നെൻ വേദനകൾ. താങ്ക് യു. എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. വത്സല്യ കുടുംബം, പ്രിയ അനിൽ, ഫേബ, വത്സല്യ മോഹൻ, അവരുടെ കുടുംബമായിട്ട് ഒരു ഫാമിലി സോങ് അനുഗ്രഹിക്കപ്പെട്ട് നടത്തുവാൻ സഹായിച്ചുല്ലോ. ദൈവം സഹായിക്കട്ടെ. തുടർന്നും സാവകാശങ്ങളൊക്കെ ലഭിക്കുമ്പോൾ പങ്കെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. ഒരു ഷോർട്ട് മെസ്സേജാണ്. ജോർജ് വർഗീസ് കൊച്ചുമോനെ ക്ഷണിക്കുന്നു. കൊച്ചുമോൻ, ഷോർട്ട് മെസ്സേജ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗിലെ അധ്യക്ഷൻ റോയ് പാസ്റ്റർ, വിൽസൺ ജോസഫ് പാസ്റ്റർ, പ്രിയ സെക്രട്ടറി ചെറിൻ, ഈ മീറ്റിംഗിൽ എന്നെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹവന്ദനം. ഈ പാൻഡമിക് സിറ്റുവേഷനിലും നമുക്ക് ഇരുവണക്ക് PIP ആയിട്ട് കൂടുവാൻ നോക്കണം. ദൈവം ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും, അത് സഭയായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റ് സാമൂഹിക സംഘടനകളായിക്കോട്ടെ, അതിന്റെ ബാക്ക് ബോൺ നട്ടെന്ന് പറയുന്നത് അതിന്റെ യുവജന സംഘടനയാണ്. തീർച്ചയായും നമുക്കും അഭിമാനിക്കാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അവിഭാജ്യ ഘടകമായി PIP പ്രവർത്തിക്കുന്നു എന്നുള്ളത്. യൂത്ത്, യൗവനം എന്നത് ഒരു പ്രത്യേക കാലഘട്ടമല്ല. ഇറ്റ്സ് നോട്ട് എ സ്റ്റേജ് ഓഫ് ഏജ്, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടമായി യൗവനത്തെ ചിത്രീകരിക്കേണ്ട, നേരെ പ്രത്യുത അത് മനസ്സിന്റെ ഒരു അവസ്ഥയായിട്ടാണ് നാം ചിന്തിക്കേണ്ടത്. യൗവനം തുളുമ്പുന്ന പുഞ്ചിരിയുമായി എന്റെ മുമ്പിലിരിക്കുന്നതായ വിൽസൺ ജോസഫ് പാസ്റ്ററിനെയും പ്രസാദ് ചാനെയും റോയിസ് പാസ്റ്ററിനെയും കാണുന്നുണ്ടേ ആ ഒരു
യൗവനത്തിന്റെ കാലഘട്ടമല്ല അതിന്റെ പ്രാധാന്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവജനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. യോശുവയുടെ പുസ്തകം 14:15-11 ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. വടവെട്ടുവാനും പോകുവാനും വരുവാനും ചെയ്യാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആമീൻ. നമ്മുടെ യൗവനം നമ്മുടെ പ്രായം അല്ല, നേരെ മറിച്ച് ആമീൻ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണെന്നും കൂടെ ഈ സമയം ഓർപ്പിക്കുന്നു. നാം ഒരു ലേബേർഡ് ക്രിസ്ത്യനാണോ? നാം എങ്ങനെയാണ് വിശ്വാസത്തിന്റെ മാതൃകയായി തീരേണ്ടത്? എങ്ങനെ നമ്മുടെ പെന്തക്കോസ്തിലായി മാതാപിതാക്കളായ പെന്തക്കോസ്തുകാരുടെ മാതാപിതാക്കളായ മക്കളാൽ ജനിച്ചു വളർത്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ വന്നത്. നമ്മുടെ കർത്താവുമായിട്ട് എന്താണ് അഭേദ്യമായ ബന്ധം? ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ലക്ഷദ്വീപിന്റെ പ്രശ്നങ്ങള്. അവിടുത്തെ ഗോത്ര വർഗക്കാരുടെ അവകാശ സംരക്ഷണവും മറ്റുമായി നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അവിടെ ലക്ഷക്കണക്കിന് ദ്വീപുകളൊന്നുമില്ല, ഏതാണ്ട് 36 ദ്വീപുകളേ ഉള്ളൂ. നമ്മള് പേരുകൊണ്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ലക്ഷക്കണക്കിന് ദ്വീപുകളില്ല. നമ്മള് പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുകയും നമ്മുടെ ഉള്ളില് ക്രിസ്തുവിന്റെ സ്നേഹം വിതറുന്നുണ്ടോ എന്നത് നാം അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും സജീവമായ ഒരു കാലഘട്ടത്തിൽ കൂടെ പോവുകയാണ്. എല്ലാത്തിനും പ്രതികരിക്കാനും എല്ലാത്തിനും അഭിപ്രായം രേഖപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെയൊക്കെ ചില വിശ്വാസികളുടെ പ്രതികരണമൊക്കെ നമ്മൾ കാണുന്നുണ്ടേ. നാം ഒരു കാര്യം മനസ്സിലാക്കും, തലയിൽ കൈവച്ച് നമ്മൾ തന്നെ പറഞ്ഞു പോകും, കായ്ച്ചതെല്ലാം കാട്ടുമുന്തിരി എന്നുള്ളത്. നമ്മള് ഒരു പെന്തക്കോസ്തുകാരന്, ഒരു വിശ്വാസിക്ക് അവൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്. അവന് ആരാണെന്നുള്ള വലിയ ബോധമുണ്ടാകും. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാലും ആ ക്രിസ്തുവിന്റെ സ്നേഹം ഉയർത്താൻ യുവജനങ്ങളായ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ സന്ദേശത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 52:8 ഇങ്ങനെ കാണുന്നുണ്ട്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ദൈവത്തിന്റെ ആലയത്തില് തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷത്തിന് തുല്യമായി തീരണം വിശ്വാസികളായ നാം. ഈ ഒലിവ് വൃക്ഷത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് കാണാൻ ഭംഗിയുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നാമും ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ഇന്റേണൽ ബ്യൂട്ടി, ഒരു ആന്തരിക സൗന്ദര്യം വിശ്വാസികളായ നാം കാത്തു സൂക്ഷിക്കണം. കാണാൻ ഭംഗിയുള്ളതും സൗന്ദര്യമുള്ളതായ യുവതി യുവാക്കളെ വാർത്തെടുക്കുന്ന ഒരു കൂട്ടമായി നാമും തീരണം. 2, ഇതിന്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഇല സമാധാനത്തിന്റെ പ്രതീകമാണ്. നാം സമാധാനത്തിന്റെ വക്താക്കളാകാനും സമാധാനത്തിന്റെ പ്രതീകങ്ങളായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നതാണല്ലോ ദൈവജനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഫലം കഴിക്കാൻ രുചിയേറിയ ഫലമാണ്. നമ്മള് മറ്റുള്ളവർക്ക് രുചി പകരുന്ന ഒരു അനുഭവമുള്ളവരായി തീരുവാൻ ഒലിവ് വൃക്ഷത്തിന്റെ ഫലം പോണക്ക് നമ്മളും സഹായിക്കട്ടെ. ഇതിന്റെ ഫലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇതിനെ ഇടിച്ചുണ്ടാക്കുന്നതായ എണ്ണയ്ക്ക് ചില പ്രത്യേകതയുണ്ട്. ഇതിന്റെ എണ്ണയാണ് ആലയത്തിന്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കാനുള്ള വിളക്ക് കെടാതെ സൂക്ഷിക്കുവാൻ തക്കോണം ഉപയോഗിക്കുന്ന എണ്ണ. അതെ, നമ്മളും അണഞ്ഞു പോന്നായ വിളക്കുകളെ പ്രകാശിപ്പാൻ തക്കോണം, ദേവാലയത്തിന്റെ പ്രകാശമായി തീരുവാൻ തക്കോണം, അതിന് എണ്ണയായി തീരുവാൻ തക്കോണം ഈ പ്രത്യേക കാലഘട്ടത്തിലും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പല എണ്ണകളും പല വിളക്കുകളും കെട്ടുപോകുന്നുണ്ടേ. പല വിളക്കുകളും തിരിക്കുന്ന ഈ അവസരത്തില് എണ്ണയില്ലാത്ത അവസ്ഥയില് നമുക്കും എണ്ണയായി ശോഭിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ തടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ തടിയാണ് ദേവാലയത്തിന്റെ വാതികളായും തൂണുകളായും ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളും ഇതിന്റെ വാതിലുകളായിരിക്കണം. അനേകരെ ഈ വാതിൽ കൂടെ കടന്ന് ദൈവത്തെ അറിയണം. ഇതിന്റെ ദൈവാലയത്തിന്റെ തൂണുകളായിട്ടാണ് നമ്മെ ദൈവം ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവസഭയുടെ നെടുന്തൂണായിട്ട് ഇടത്തും വലത്തും നിന്നുകൊണ്ട് ഇതിനെ ഉയർത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. 3, ഇതിന്റെ പ്രത്യേകത മറ്റൊന്നാണ്, ഇതിന് ദീർഘായുസ്സുള്ളതാണ്. ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1000 വർഷത്തിൽ കൂടുതലുണ്ട്. അതിനകത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ആയുസിന്റെ അവസാനത്തോളം ഇത് ഫലം കായ്ച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതെ, നമുക്ക് ദീർഘായുസോടെ ഇരുന്ന്
ഫലം കായ്ക്കുന്ന ഒലിവൃക്ഷം പോലെ നമുക്കുമായി തീരാം. നിരവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുന്ന ഈ സാഹചര്യത്തില് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത പ്രത്യേക സന്ദർഭത്തില് ഒലിവൃക്ഷം പോലെ അനേർക്ക് സൗന്ദര്യമുള്ളവരായി, അനേർക്ക് രുചി പകർന്നതായ എണ്ണയായി, നെടുന്തൂണായി, ദീർഘായുസോടെ ദൈവമാക്കിയിരിക്കുന്ന ആയുസോളം നമുക്ക് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തൊക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നതോടൊപ്പം ഇങ്ങനെ അവസരം അവർക്ക് തന്ന പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തനമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. നന്ദിയോടെ കൊച്ചുമോനെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആണല്ലോ നമുക്ക് ലഭിച്ചത്. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വർഷം പോലെ ആയിരിക്കാനൊക്കണം. സമാധാനത്തിന്റെ ഭക്താക്കളായി മറ്റുള്ളവർക്ക് രുചി പകരത്തക്ക അനുഭവങ്ങൾ, എണ്ണ പകരുന്ന അനുഭവങ്ങൾ, മറ്റുള്ളവർ പ്രവേശിക്കത്തക്ക വാതിലുകളാകുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഫലം കായ്ക്കുന്ന അനുഭവങ്ങളായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. ആ ദൈവത്തിന്റെ ആലോചന നന്ദിയോടെ എല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങളുമായിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എല്ലാവരെയും തീർക്കട്ടെ. പ്രിയ കൊച്ചുമോനെ, തുടർന്നും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങട്ടെ. സോളോ ബൈ പ്രൈസ് കുര്യൻ. പ്രൈസിന്റെ പാട്ട്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം
പ്രൈസ് ഗോഡ്. കരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുന്നത്. പ്രൈസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടായിരുന്നു. നമ്മുടെ ചർച്ചിന്റെ പ്രാരംഭ സമയം മുതലുള്ള കൊയറിന്റെ മെമ്പറുടെ ആണല്ലോ പ്രൈസ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാന സമയത്തേക്ക് എത്തുന്നു. തുടർന്ന് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർപ്പിക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന, ഒരു ഇന്റർസെഷൻ പ്രെയർ പ്രിയ മജു പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്ന പ്രിയ മജു ആയിരിക്കും ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാകുന്നില്ല പ്രിയ മനോജിന്റെ സിസ്റ്റർക്ക് വേണ്ടി, അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരുമനപ്പെട്ടാരംഗം നൽകാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. സഭയുടെ ശ്രദ്ധേയരെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു, കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നുള്ളൂ. വിശ്വാസത്തിലൂടെ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം നൽകുന്നു, വചനം ഓർപ്പിക്കുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനിതയ്ക്ക് വേണ്ടി, അതുപോലെ സോണിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ രാവിലെ ഓർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. സിനി, സോജു അവരുടെ വാത്സല്യ മാതാവ് കോവിഡിനാൽ വളരെ ഭാരപ്പെടുന്നുണ്ട്. സോണ, എബി അവരുടെ മാതാപിതാക്കൾ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. അങ്കമാലിലെ ഷിനോജ് പാസ്റ്റർ, വൈഫ് ഏഞ്ചൽ, അവരുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാവരും കോവിഡിനാൽ ഭാരപ്പെടുന്നുണ്ട്. കർത്താവ് പരിപൂർണ്ണ സൗഖ്യം നൽകുവാൻ പ്രാർത്ഥിക്കാം. ഷാബു, ബിജു നമ്മുടെ വർഷിപ്പ് സെന്ററിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റിജു ആഷ്ലിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡോക്ടർ കെ മുരളീധരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ICPF ഒക്കെ വളരെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ മുരളീധർ കോവിഡിനാൽ ഭാരപ്പെട്ട് വളരെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്. മറ്റ് നമ്മുടെ പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മുടെ സഭയായിട്ടുള്ള നമ്മുടെ പല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയിലാകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ലിൻഡുവിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രിയ രാജു ബ്രദർ, അൽസിസ്റ്റർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവർ യാത്രയിൽ ദൈവം സഹായിക്കട്ടെ. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് സഭയായിട്ട് അപേക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കർത്താവ് നൽകി അവർക്ക് അത്ഭുതമായ സൗഖ്യം നൽകട്ടെ. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് മറ്റ് നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയങ്ങളോട് ചേർത്തുകൊണ്ട് ചുരുക്ക സമയങ്ങൾ കൊണ്ട് പ്രിയ മജു പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനുമായ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ ഈ വൈകിയ സമയത്തിനായി തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വൈകിയ സമയം കർത്താവിന്റെ സന്നയിലായിരുന്നുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുവാൻ, ഹല്ലേലൂയ പിതാവേ എന്ന് വിളിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ ആയി കർത്താവ് ഈ വൈകിയ സമയം കൂടി വരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് സഹായിച്ചല്ലോ. പാടുവാന്, പ്രാർത്ഥിപ്പാന്, പ്രത്യേക വചനം കേൾക്കുവാൻ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഇത്രത്തോളം പ്രോഗ്രാം അനുഗ്രഹമാക്കിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാനിടയാകണമേ കർത്താവേ. പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ആ ടീമിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഏറെ പ്രതിഫലം കൊടുത്ത് ദൈവം മാനിക്കുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിലൂടെ ഞങ്ങൾ കടന്നു വരുന്നല്ലോ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ വിടുതലുണ്ടല്ലോ, അങ്ങയുടെ സന്നിധിയിൽ സൗഖ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ആശ്വാസമുണ്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുമായി, പ്രാർത്ഥനാ വിഷയങ്ങളുമായി, ഞങ്ങളുടെ ഭാരങ്ങളുമായി, ഞങ്ങളുടെ വേദനകളുമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിലോട് ഞങ്ങൾ അടുത്ത് വരുന്നല്ലോ. ഞങ്ങളെ സഹായിക്കുമാറാകണമേ ഞങ്ങളുടെ സകല വിഷയങ്ങളിൽ മേലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ ദൈവം നൽകുമാറാകണമേ. ഞങ്ങൾ അറിയുന്നതിന് മുന്നേ ഞങ്ങളുടെ വിഷയങ്ങളെ അറിയുന്നതായ ദൈവമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് കർത്താവിന്റെ വലിയ കരം ഹല്ലേലൂയ ഞങ്ങളുടെ വിഷയങ്ങളിൽ കാണുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയിൽ കർത്താവേ സഭയായി വെച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ, സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടിട്ടുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് സോണി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. ഹല്ലേലൂയ. പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് നൽകി കൊടുത്ത ദൈവം സഹായിക്കുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിക്ക് ദൈവം കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം. അത്ഭുതമായ വിടുതലും സൗഖ്യവും ആശ്വാസവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കോവിഡുകളാൽ കർത്താവേ ഭാരപ്പെടുന്ന ഞങ്ങളുടെ ചില ചർച്ചിലെ പല പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളുണ്ട് കർത്താവേ. അവരെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് പേരുപേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡാൽ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന കർത്താവെ, ഹോസ്പിറ്റലായിരിക്കുന്ന ഹല്ലേലൂയ പ്രൈസ്ലെസ് കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ പല ക്രിട്ടിക്കലായ സ്റ്റേജിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ദൈവപൂർണമായ വിടുതൽ ഹല്ലേലൂയ, പൂർണ്ണമായ ആശ്വാസം ഹല്ലേലൂയ, പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകി കൊടുത്ത് അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെക്കുന്നല്ലോ കർത്താവെ. അല്ല സഭയാ കുടുംബങ്ങളായ കർത്താവെ ഭാരപ്പെടുന്ന അനേക വിഷയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സമസ്ത വിഷയങ്ങളെയും ദൈവത്തിന്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അത്ഭുതമായ ഹല്ലേലൂയ വിടുതൽ ഹല്ലേലൂയ ആ വിഷയങ്ങളിൽ മേൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസം നാട്ടിലേക്ക് കടന്നു പോകുന്ന ദൈവപ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. ദൈവയാത്രയിൽ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജപൂർണ്ണമായി പ്രാർത്ഥികരെ സഹായിയാത്രയായിരിക്കുന്നല്ലോ. ദൈവകൃപയിൽ അവരെ പുതിയണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലവിധമായ ഭാരങ്ങളാൽ വിഷയങ്ങളാലൊക്കെയും ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം പേരുപേരായി വ്യക്തിപരമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കുടുംബങ്ങളുമായി ഹല്ലേലൂയ പേരുപേരായി വ്യക്തിപരമായി എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായ വിടുതലും പൂർണ്ണമായ സൗഖ്യവും കർത്താവ് നൽകി കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം തലമുണരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും കർത്താവ് പൂർണ്ണ വിടുതൽ ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവ് നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. കോവിഡായി ഭാരപ്പെടുന്ന ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ വിടുതൽ നൽകിയാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള ദൈവം അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന്മാരെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കൂടുതൽ പ്രിയപ്പെട്ട എല്ലാവരും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ദൈവ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. അപേക്ഷിക്കുണ്ടായി കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥനയുടെ ദൈവത്തെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു മറ്റു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒരിക്കൽ കൂടി സമർപ്പിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാംസ് നടത്തിയ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹമാകിയല്ലോ. സ്പെഷ്യൽ പ്രോഗ്രാം, പ്രസംഗം, ഭാവന, മറ്റ് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം വളരെ അനുഗ്രഹമാക്കിയത് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്തു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മൾ ദൈവസ്ഥലത്ത് തലവണക്കുമ്പോൾ നാം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഉപസംഹരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ വിൽസൺ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോവാം. കർത്താവ് എല്ലാവരെയും താല്പര്യം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാ പ്രോഗ്രാം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പേരെടുത്ത് പറയുവാൻ വീണ്ടും എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം മുതൽ വലിയ ആൾക്കാരുടെ എല്ലാ പ്രോഗ്രാമും വളരെ മനോഹരമായിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. PIP-യുടെ പ്രവർത്തകരെ, ഇന്നത്തെ അധ്യക്ഷനെയും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് PIP-ആയി അടിയങ്ങൾ കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെയും അവിടുത്തെ വ്യക്തമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. പ്രത്യേക പ്രോഗ്രാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വലിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. പ്രത്യേക ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചു. സകലവും ഞങ്ങൾ എന്ത് ചെയ്താലോ അതെല്ലാം ദൈവനാമ മഹത്വത്തിന് മാത്രം കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രത്യേകാല ദൈവത്തിന്റെ ആലയത്തിലെ ഒരു ഒലിവ് വൃക്ഷം പോലെ ഞങ്ങളായി തീരുവാൻ, മറ്റുള്ളവർക്ക് ആകർഷണീയമായി തീരുവാൻ, സമാധാനത്തിന്റെ ഒരു പ്രതീകമായി തീരുവാൻ, മറ്റുള്ളവർക്ക് രുചി നൽകുവാൻ, മറ്റുള്ളവർക്ക് ഈ എണ്ണ പകരുന്ന പ്രകാശം പകർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എന്നും ഫലം കായ്ക്കുവാനുള്ള കൃപ ഞങ്ങളിലേക്ക് പകരണമേ. ഓരോ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ഒരുക്കണമേ. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രത്യേകാല ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ്, ഈ ദിവസങ്ങളിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവർക്കെല്ലാം ആശ്വാസം നൽകുന്ന ദിവസങ്ങളാക്കി മാറ്റണമേ. തിരുക്കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾക്കുള്ളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ സഹായിക്കണം.
പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും തള്ളെ വണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.